യുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായി ചെയ്യുന്നത് നമ്മുടെ വെണ്ടയുടെ കാളക്കൊമ്പൻ വെണ്ടയുടെ വിളവെടുപ്പാണ്. ഇതാണ് നമ്മുടെ കാളക്കൊമ്പൻ വെണ്ടയ്ക്ക. നമ്മൾ ഇതിനായി ഇട്ട് കൊടുക്കുന്നത് കോഴിവളമാണ്. കോഴിവളം പുളിപ്പിച്ചിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കോഴിവളം ഇട്ട് പുളിപ്പിച്ച് അത് ഡയലൂട്ട് ചെയ്ത്, അതായത് 1 കപ്പ് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ കോഴിവെള്ളം 3 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ധാരാളം ഫലങ്ങൾ കിട്ടും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ കാളക്കൊമ്പൻ വെണ്ടയുടെ വിളവെടുപ്പ്. ഇതിൽ ഇങ്ങനെ കോഴിവളം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരുപാട് കായ്ഫലങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പുഴുക്കേടുകളും ഇതിന് വെണ്ടയ്ക്ക് വരുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഈ ഇലപ്പുഴു. അത് നമ്മൾ ചെറുതിലെ ഇങ്ങനെ നുള്ളി ഇങ്ങനെ കളഞ്ഞ് അതിങ്ങനെ തിരുമ്മി കളഞ്ഞാൽ മതി, അതങ്ങ് ഇല്ലാതെ ആയിക്കോളൂ. അടുത്ത നമ്മുടെ ഇത് നമ്മുടെ സാധാരണ വെണ്ടയ്ക്കയാണ്. ഇതിന് ഞാൻ കോഴിവളം തന്നെയാണ് കൃഷിയായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ജൈവവളവും ഇട്ട് കൊടുക്കാറുണ്ട്. ജൈവവളം നമ്മൾ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ചുവടൊന്ന് കളച്ച് കൊടുത്തിട്ട് ചുവട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ജൈവ സ്ലറിയും ഉണ്ടാക്കി ഒഴിക്കാൻ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോഴും നല്ല കായ്ഫലം നമുക്ക് ഈ ചെടിയിൽ നിന്ന് കിട്ടാറുണ്ട്. കണ്ടോ, നമുക്ക് ഇന്ന് ഈ ഒരു പാത്രം നിറയെ വെണ്ടയ്ക്ക എടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കോഴിവളം മാത്രമാണ്. കോഴിവളം കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വെണ്ടയ്ക്ക ഇന്ന് വിളവെടുക്കാൻ പറ്റിയത്.